അതെന്റെ ചിരകാലമായിട്ടുള്ള ഒരു അഭിലാഷമാണ് സിനിമയിൽ പാടുക എന്നുള്ളത്. എന്റെ ആഗ്രഹം ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങുക പുള്ളിയോട്. അപ്പൊ പുള്ളിയെ ഇങ്ങോട്ട് പറയുക അത് നിങ്ങൾക്ക് പഠിക്കൂലേ പാലും പഴവും അത്രയും മൈലേജ് കിട്ടും ഞാൻ പോലും പ്രതീക്ഷിച്ചു. മനസ്സിലാക്കി കളഞ്ഞല്ലോ. ഇനിയിപ്പോ വളവ് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ഏവനാണ് ഇവിടുത്തെ ഏറ്റവും കുഴപ്പക്കാരൻ. വളരെ ആത്മാർത്ഥത സിനിമയിൽ ഒരിക്കലും പാടില്ല എന്ന് നമ്മൾ ചില സെറ്റുകൾ ചെല്ലുമ്പോൾ തോന്നാറുണ്ട്. അപ്പോൾ നമ്മളങ്ങ് കടിച്ചമർത്ത് വരുന്നത് ജയിക്കുന്നവരെന്നൊരു പാഠം ഉൾക്കൊള്ളുന്നതിനേക്കാൾ നല്ലത് തോറ്റവരിലുള്ള പാഠം. സ്നേഹബന്ധം എന്ന് പറയാൻ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അതാരുടെ കുറ്റമല്ല, അതാണ് സിനിമ. ആ ബിസിനസ്സിന് ആവശ്യം വരുമ്പോൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കും. സിനിമാ തിയേറ്ററിൽ കിടക്ക് പാട്ട് ഉത്സവം വെക്കും. കപ്പലിന്റെ പറഞ്ഞുകൊണ്ട് സോഡ. അപ്പൊ ഇവനാണ് തലേദിവസം വന്ന് എന്റെ കൊച്ചിന്റെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചതല്ലേ എന്ന് പറയുമ്പോ ചേട്ടൻ ആ പെണ്ണിനെ നോക്കുന്ന ഒരു റിയാക്ഷൻ ഉണ്ട് ഗാന്ധിനഗർ സെക്കൻഡ് സെന്റർ. തൂവാനത്തുമ്പികളിലേക്ക് റിയാക്ഷൻ ഈ രോമാഞ്ചം എന്നൊരു പെണ്ണിനെ കാണുമ്പോൾ ഒരു ചേട്ടൻ ഒരു പ്രത്യേക മുഖഭാവമുണ്ട്. ചേട്ടൻ തന്നെ ആരും അയച്ചു തന്നിട്ടില്ല എന്തെങ്കിലും ഒരുപാട്. ചേട്ടൻ്റെ ഒരു കരിയർ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ അന്ന് പറഞ്ഞപ്പോ മുകേഷ് ഏട്ടൻ അല്ലെങ്കിൽ സിദ്ദിഖ്, ജഗദീഷ്, അശോക് ഏട്ടൻ, അങ്ങനെ എല്ലാവരുടെയും കരിയറിൽ ഒരു കാലം ഇപ്പം ജഗദീഷ് ഏട്ടൻ ഒരു സമയത്ത് സിനിമയിൽ നിന്ന് ഒരു നല്ല ബ്രേക്ക് വന്നിരുന്നു. അദ്ദേഹം ചാനലിൽ മാത്രമായിരുന്നു ഷോസ് ജഡ്ജ് ചെയ്യുന്നത്. അപ്പം റെയർ ആയിട്ട് അദ്ദേഹം ആ സമയത്ത് സിനിമ ചെയ്യുന്നുള്ളൂ. പിന്നീട് അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയതാണ് ലീല എന്ന് പറയുന്ന സിനിമ. അതിനുശേഷം അദ്ദേഹത്തിന് വരുന്ന കഥാപാത്രങ്ങൾക്ക് അതായത് അദ്ദേഹം ഒരു ഹ്യൂമർ ചെയ്ത നടൻ എന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മറന്ന രീതിയിലാണ് ഇപ്പൊ അദ്ദേഹത്തിന് കിട്ടുന്ന കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒരു മറ്റൊരു ഫേസ്. ആ ഒരു ഫേസ് എനിക്ക് തോന്നുന്നു ഇപ്പം ചേട്ടന്റെ കരിയറിലാണെങ്കിലും മുകേഷ് ചേട്ടനാണെങ്കിലും അന്നും ഇന്നും ഒരു കോമഡി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നു പോകുന്നത്. അന്നും കോമഡിയാണ്, ഇന്നും പുള്ളി ഹ്യൂമറാണ്. ഇടയ്ക്ക് 1-2 സിനിമകളിൽ മാത്രമാണ് പുള്ളി സീരിയസ് ആയിട്ട് പോകുന്നത്. അപ്പം എനിക്ക് ജഗദീഷ് ഏട്ടനും സിദ്ദിഖ് ഒക്കെയാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളതിൽ ഒരു ചേഞ്ച് പിടിച്ച് വില്ലനും ചെയ്യും, സീരിയസും ചെയ്യും, കോമഡിയും ചെയ്യും, ചേഞ്ച് പിടിച്ച്. ചേട്ടന്റെ കരിയർ നോക്കിയാലും മുകേഷ് ചേട്ടന്റെ കരിയർ നോക്കിയാലും കൂടുതലും കുറച്ചൊരു ഫൺ രീതിയിൽ പോകുന്ന കഥാപാത്രമാണ് കൂടുതലും വരുന്നത്. അപ്പം മറ്റൊരു വില്ലൻ കഥാപാത്രം അങ്ങനെ ശ്രമങ്ങൾ അങ്ങനെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹമുണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഞാൻ ചേഞ്ച് ആയിട്ട് വേഷം ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ നൻപകൽ നേരത്തെ മേക്കിംഗ് കണ്ടില്ലേ, അത് ഡിഫറെന്റ് ഒരു ക്യാരക്ടറാണ്. അതെ. പിന്നെ ഇപ്പൊ പാരമ്പര്യം പിന്നെ കുറച്ച് ഹ്യൂമർ ടച്ച് ആണ്. ഓഫ് കോഴ്സ് പോലീസിലൊരു നെഗറ്റീവ് ഷെയ്ഡാണ്. അതിന്റെ അപ്പിയറൻസും ഗെറ്റപ്പും എല്ലാം വേറെയാണ്. പിന്നെ ഇപ്പൊ ഇത് കിഷ്കിന്താ കാണ്ഡം ഇറങ്ങാനുള്ളത് അതിലൊരു നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ ഈ കോമഡി ഒന്നുമില്ല അതിനകത്ത്. സാധാരണ രീതിയിലുള്ള ഒരു ഹ്യൂമർ അതിനകത്തുണ്ടെന്നുള്ളൂ ചില സമയങ്ങളിൽ. അത്രയേ ഉള്ളൂ. സീരിയസ് ക്യാരക്ടറാണ്. അത്ര ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ കോമഡി. അല്ല, എന്താ പറയുക, ഈ എല്ലാവരും ഇപ്പം ഏതെങ്കിലും ഒരു കോമഡി പടം വന്ന ശേഷം പിന്നെ പലരും സിനിമയുടെ സ്വഭാവം വെച്ചെല്ലാം കോമഡി ആയിട്ട് നോക്കാനേ വരത്തുള്ളൂ. എല്ലാവരും കോമഡി ക്യാരക്ടർ പറഞ്ഞ് എഴുതി ഉണ്ടാക്കി ഇന്ന ആൾക്കാരെയും വിളിക്കായിരിക്കുന്നത്. സിനിമയുടെ സ്വഭാവം അത് തന്നെയാണ്. അതാ അപ്പൊ കോമഡിക്കകത്ത് ഒരുപാട് വേഷം ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ കോമഡി ഇല്ലാതെ ഒരു വേഷം ചെയ്യുകയോ അല്ലെങ്കിൽ കഥ എടുക്കുകയോ ചെയ്താൽ എങ്ങനെ ഈ പടം ഓടുന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കോമഡി വേണം എന്നൊക്കെ പറഞ്ഞു സീരിയസ് ആയിട്ട് എത്ര പടം ഓടിച്ചിരിക്കുന്ന. ഞാൻ മുമ്പ് ഇപ്പൊ അമരെന്ന സിനിമ സീരിയസ് ക്യാരക്ടർ ഉണ്ട്. ഞാനതെല്ലാം ഞാൻ സത്യം 3-ാം പക്കം സീരിയസ് ക്യാരക്ടറാണ്, കോമഡി ഒന്നുമല്ല അല്ലേ. തൂവാനത്തുമ്പിൽ രണ്ടും ഉണ്ട്. അത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടറും പലരും ചെയ്തിട്ടുണ്ടല്ലോ. അനന്തരം വളരെ സീരിയസ് ക്യാരക്ടർ അനന്തരം, അടൂർ ഗോപാലകൃഷ്ണൻ. ഇതിൽ നല്ല അത് വേറെ കച്ചവട സിനിമയല്ല. അല്ല, മുഖാമുഖം പെരുവഴിമ്പല സീരിയസ് ക്യാരക്ടറാണ്. പിന്നെ ജാലകം ഒട്ടും ഹ്യൂമർ ഇല്ലല്ലോ, വളരെ സാധുവായ ഒരു ക്യാരക്ടർ, സീരിയസ് ക്യാരക്ടറാണ്. പ്രണാമം നെഗറ്റീവാണ് ബട്ട് പോസിറ്റീവ്. ട്രക്ക് അടിച്ചല്ലേ, അതൊക്കെ അന്നൊക്കെ എല്ലാം കൂടുതൽ സീരിയസ് ക്യാരക്ടർ തന്നെ ഞാൻ ചെയ്തിരിക്കുന്നത്. ഉള്ളടക്കം കോമഡി എന്ന് പറയുന്നത് ഗായത്രി ദേവിന്റെ ആദ്യം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സിനിമയാണത്. ഞാനതൊരു 3-4 സിനിമയേ ഉള്ളൂ. ഫുൾ കോമഡി അത്. ഓക്കെ, കോമഡി എന്ന് പറഞ്ഞാൽ കോമഡിക്ക് വേണ്ടിയൊക്കെ ഒരു ക്യാരക്ടർ അല്ലത്. ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ കുറെ തമാശയൊക്കെ പറഞ്ഞ് കൂട്ടുകാരൻ്റെ നിന്ന് കാശ് വായിച്ചിട്ട് അങ്ങനെ സംഭവമാണ്. അത് വളരെ പോസിറ്റീവ് ക്യാരക്ടറാണ്. പക്ഷെ അയാളുടെ നേച്ചർ എങ്ങനെയാണ് കണ്ടാൽ പെട്ടെന്നൊരു തരികളെ തല്ലിപ്പള്ളിയാൻ തോന്നും. പക്ഷെ അതല്ല. അത് ഹരിഹർ നഗർ കോമഡിയുടെ ഒരു മൊത്തത്തിൽ കോമഡി ആണെങ്കിലും അതിനൊക്കെ ഒരു ലൈഫുണ്ട്. എനിക്ക് ഇതിനകത്ത് പരാമർശിക്കപ്പെടാതെ പോയ ഒരു കഥാപാത്രത്തോട് എനിക്ക് പേഴ്സണലി ഇഷ്ടമുണ്ട്. ഈ ഗാന്ധിനഗർ സെക്കൻഡ് സീറ്റിൽ ഉണ്ടായിരുന്ന ക്യാരക്ടറിന്റെ പേര് ടോമി.
ടോമി. അപ്പൊ നീ അതിനകത്ത് ഒരു റിയാക്ഷൻ ഉണ്ട്. ആ റിയാക്ഷൻ വീണ്ടും വീണ്ടും നമ്മൾ കണ്ടാലും ചിരിക്കുന്നതാണ്. അതായത് അപ്പൊ ഇവനാണ് തലേദിവസം വന്ന് എന്റെ കൊച്ചിന്റെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചതല്ലേ എന്ന് പറയുമ്പോ ചേട്ടൻ ആ പെണ്ണിനെ നോക്കുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. ഗാന്ധിനഗർ സെക്കൻഡ് സെന്റർ കാമുകിയുടെ അടുത്ത് പോയ ചേട്ടനാണ്. അതിന്റെ അകത്തൊരു പൂവാലം തന്നെയായിരുന്നു. പൂവല്ല, അതല്ലേ ഒരു പറയുന്നുണ്ടല്ലോ, ഇവനിപ്പോ വളവ് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ, ഇവനാണ് ഇവിടുത്തെ ഏറ്റവും കുഴപ്പക്കാരൻ, വളവ് കഴിഞ്ഞുള്ളൂ. അല്ല, അതിനൊക്കെ ഒരു ലൈഫുണ്ടല്ലോ. സിനിമകൾക്ക് അതിനൊക്കെ നല്ല ഒരു ലൈഫുള്ള സിനിമ അതല്ലേ, ക്യാരക്ടേഴ്സും എല്ലാം. ഇപ്പൊ തൂവാനത്തുമ്പികളിലേക്ക് റിയാക്ഷൻ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഒരുപാട് തവണ ഈ മീം അയച്ചു കൊടുക്കണം. ഈ രോമാഞ്ചം പെണ്ണൊരു പെണ്ണിനെ കാണുമ്പോൾ ഒരു ചേട്ടൻ ഒരു പ്രത്യേക മുഖഭാവമുണ്ട്. ചേട്ടൻ തന്നെ ആരെങ്കിലും അയച്ചു തന്നിട്ടില്ല എന്തെങ്കിലും? ഒരുപാട് ഞങ്ങൾ എപ്പോഴും യൂസ് ചെയ്യണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കൊരു നാണം വരും ഇതൊക്കെ ഇട്ട് കൊടുക്കും. നമുക്ക് അതിന്റെ എല്ലാം ഉണ്ട്, ഇനിയൊന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പൊ പത്മനാഭൻ സാർ ആണ് ചേട്ടന്റെ ഒരു ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന സിനിമയിൽ. അദ്ദേഹത്തിന് തന്നെയാണ് തൂവാനത്തുമ്പികൾ. പക്ഷെ അദ്ദേഹത്തിന്റെ സിനിമകളൊന്നും ആ കാലഘട്ടങ്ങളിൽ വലിയ ചലനം ഉണ്ടാക്കിയൊരു സിനിമ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പിന്നീട് കാലങ്ങൾക്ക് ശേഷം വന്ന തലമുറ ആ സിനിമയെ എടുത്തു വച്ചേക്കുന്ന ഒരു ലെവലുണ്ട്. ആ സിനിമയിൽ എനിക്ക് അന്നത്തെ ജനറേഷൻ കാണാതെ പോയ ഒരു തലം കണ്ടെത്തിയത് മറ്റൊരു തലമുറയാണെന്ന് ഒരു പക്ഷെ എങ്ങനെയാണ് എൻ്റെ ഒരു വിശ്വാസം ശരിയാണെന്നുണ്ടെങ്കിൽ പിന്നീട് വന്ന ജനറേഷനാണ് അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ എടുത്തത്. ആ ജനറേഷൻ സ്വീകരിക്കപ്പെട്ടില്ല. ഇപ്പൊ ഈ തൂവാനത്തുമ്പികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പം സിനിമകൾ അത്ര ശ്രദ്ധിക്കപ്പെടാണ്ട് വന്നപ്പോൾ അദ്ദേഹമായിട്ട് എന്തെങ്കിലും ഒരു ഇന്ററാക്ഷൻ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്തകൾ എങ്ങനെയായിരുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഇപ്പൊ ഒരു ഗുരുനാഥനാണ്, അങ്ങനെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും ഒരു പക്ഷേ, അങ്ങനെ എന്തെങ്കിലും സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ആദ്യം പറയാവുന്നത് അദ്ദേഹം കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഒരു കലാകാരനാണ്, 100% മഹാകലാകാരനായിരുന്നു. അല്ല, അത് ഓരോ സിനിമയും നോക്കിക്കോളൂ, നമുക്കറിയാം. അത് അന്ന് ഈ പടം വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയില്ല എന്ന് പറയുന്നു. ഈ ചലനങ്ങൾ ശരിക്കും പറഞ്ഞാൽ പിന്നീടാണ് ചലനം ഉണ്ടാക്കിയത്. ഇപ്പൊ തൂവാനത്തുമ്പികൾ ഇപ്പോഴും ഇന്നത്തെ ഓരോ ഡയലോഗ്സും സീനുകളൊക്കെ ഇപ്പോഴും ട്രോളൊക്കെ അവിടെ ഇവിടെയൊക്കെ എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നാം പക്കമാണ് ശരി, എല്ലാ പടങ്ങളും. അപ്പം ഇത് അദ്ദേഹം എന്താ പറയുക, ഇനിയൊരു 25 വർഷം കഴിഞ്ഞാൽ ഈ പടങ്ങൾ അതേ ഇമേജിൽ തന്നെ ആൾക്കാർ കാണുന്നതാണ്. അത്ര സിനിമയാണ്. എന്നെ സംബന്ധിച്ചൊരു ഭാഗ്യമാണ് അങ്ങനെ ഒരാളുടെ പടത്തിലേക്ക് കിട്ടിയത്. ഏറ്റവും വലിയ ഭാഗ്യങ്ങളൊന്നാണ്. പിന്നെ ഞാൻ വേറെ മലയാള സിനിമയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സാഹിത്യത്തിലുള്ള ഏറ്റവും പ്രഗത്ഭരായ ഒരുപാട് ആൾക്കാർ സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. ആദ്യം പത്മരാജനുണ്ട്, MG വാസുദേവൻ നായർ, പിന്നെ തകഴി, വൈക്കം മുഹമ്മദ് ബഷീർ, ഉറൂബ്, SK പൊറ്റക്കാട്, എല്ലാവരുടെയും K സുരേന്ദ്രൻ, ഇവരൊക്കെ പടത്തിൽ എനിക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. വലിയൊരു നേട്ടമാണ്. ഞാൻ ആരൊക്കെ വലിയ തീർച്ചയായിട്ടും വലിയ നേട്ടം. ഇവരുടെ എല്ലാം പടത്തിലും എനിക്ക് അവരുടെ ഒരു കഥാപാത്രത്തിന് ഒരു ഭാഗമാകാൻ എനിക്ക് സാധിച്ചത് വലിയ കാര്യമാണ്. പിന്നെ പറഞ്ഞ മറ്റേ നമ്മുടെ സിനിമയിൽ തന്നെ മറ്റുള്ള ഇനിയുണ്ടല്ലോ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നമ്മുടെ മറ്റ് ശാഖകൾക്ക് സിനിമയിൽ തന്നെ സംഗീത ഭാഗത്ത് നോക്കിയാൽ തന്നെ ഈ ഭാസ്കര മാഷ പാട്ടുകൾ സിനിമയിൽ ചൂണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കവികളിൽ വയലാർ സാറിൻ്റെ ഭാഗ്യം ഉണ്ടായില്ല. ഞങ്ങളൊക്കെ സിനിമ വരുന്നതിന് മരിച്ചു പോയത്. ശ്രീകുമാരൻ നമ്പിച്ചേട്ടൻ പടത്തിൽ അഭിനയിച്ച് പാട്ട് എനിക്ക് കമ്പോസ് ചെയ്യാൻ സാധിച്ചു. അപ്പം അങ്ങനെയൊക്കെ ഒരു നേട്ടമാണതൊക്കെ. സിനിമയിലെ നമ്മുടെ അഭിനയത്തിന്റെ മറ്റ് ഒരു പറഞ്ഞാലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതെ 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 ഞാനിപ്പോ സംഗീതത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിനുവേണ്ടി ഇപ്പൊ ഞാനിപ്പോ നേരത്തെ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ സിനിമകൾ പരാജയപ്പെടുമ്പോൾ ഒരു സംവിധായകനും അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന അദ്ദേഹം മകനെ പോലെ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ചേട്ടൻ. അല്ല, ചേട്ടൻ്റെ ഒരു ഗുരുനാഥനാണ് അദ്ദേഹം. അപ്പം സ്വാഭാവികമായിട്ടും സിനിമകൾ പരാജയപ്പെടുമ്പോൾ അതിന്റെ ഒരു വിഷമം ഷെയർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നിരിക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കമന്റ്സ് ചേട്ടൻ കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അദ്ദേഹം ഒരു പക്ഷേ പരാജയങ്ങളെയൊക്കെ നോക്കി കണ്ടിരുന്നതെന്ന് അറിയുമോ ചേട്ടൻ? എങ്ങനെയായിരുന്നു? അത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്, നമ്മളെ മനസ്സ് തളർത്താതെ എൻകറേജ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ ഒരു പടത്തിൽ എന്തെങ്കിലും നമുക്ക് ഉദ്ദേശിക്കുന്ന പടങ്ങളിൽ പ്രാധാന്യം കിട്ടിയില്ലെങ്കിൽ സാരമില്ല, അടുത്ത ചെയ്യണം വരും എന്നൊക്കെ പറയുന്നത് അങ്ങനെ ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഒരു എൻകറേജ് ചെയ്യാനും അതൊന്നും മൈൻഡ് ചെയ്യണ്ട, എപ്പോഴായാലും നല്ല സംഭവങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സിനിമയിൽ ഒരുപാട് ഉപദേശങ്ങളൊക്കെ തരുന്ന ഒരാളായിരുന്നു. എനിക്ക് ആ ഒരു ക്ലാസ് ആ ഒരു പാഠം ഇപ്പോഴും ഞാൻ നടക്കുന്നുണ്ട് ജീവിതത്തിൽ. ഒരു സിനിമ വന്നാൽ എങ്ങനെ ഒരു പ്രൊഡ്യൂസറായിട്ട് സഹകരിക്കണം, പ്രൊഡ്യൂസർക്ക് അനാവശ്യമായിട്ട് ചിലവുണ്ടാക്കി കൊടുക്കരുത് എന്നൊക്കെ ആദ്യം എനിക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെയൊക്കെ അത് വലിയ കാര്യമല്ലേ? അതൊക്കെ തീർച്ചയായും നമ്മൾ സമയത്ത് കൃത്യനിഷ്ഠ സിനിമയെ വരിക. ഞാൻ ഇതുവരെ ഒരു സെറ്റിൽ പോലും ഞാൻ വാസ്തവത്തിൽ ലേറ്റ് ആയിട്ട് പോയിട്ടില്ല. എൻ്റെ സ്വഭാവം കൊണ്ട് എനിക്ക് പതുക്കെ പോയാൽ മതി എന്നൊക്കെ മതി എന്ന് പോയില്ല.
ചില സെറ്റിൽ പോയാൽ നമ്മൾ എത്ര നേരത്തെ ചെയ്താലും പ്രയോജനമില്ലാത്ത കാര്യമുണ്ട്. ഇപ്പോൾ വരേണ്ട കാര്യം ഇത്രയും ആത്മാർത്ഥത കാണിച്ചിട്ട് സിനിമയിൽ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യമാണ്. വളരെ അധികം ആത്മാർത്ഥത സിനിമയിൽ ഒരിക്കലും പാടില്ല എന്ന് നമ്മൾ ചില സെറ്റുകളിൽ ചെല്ലുമ്പോൾ തോന്നാറുണ്ട്. അതൊരാവശ്യമില്ലാത്ത ഒരു സിൻസിയറിറ്റിയാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ നമ്മളങ്ങ് കടിച്ചമർത്ത് വരുന്നത്. തീരെ നിവൃത്തിയില്ലെങ്കിലേ നമ്മൾ തിരിയുള്ളൂ. സിനിമയിൽ തന്നെ ഏത് കാര്യത്തിലും എൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ സാധാരണ ഇതിൽ ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു പ്രൊഡ്യൂസറെ ഒരിക്കലും നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, കാര്യം പാടില്ല. അതൊക്കെ എനിക്ക് ഒരുപാട് അങ്ങനെ ഉപദേശങ്ങളും പല കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട് എനിക്ക്. നല്ല ക്യാരക്ടർ ആണെങ്കിൽ മാത്രമേ, മോശം ക്യാരക്ടർ, പ്രയോജനമില്ലാത്ത ക്യാരക്ടർ പോയി ചെയ്യരുത് എന്നോട് പലപ്പോഴും പറയുമായിരുന്നു. അത് നിനക്ക് ദോഷം ചെയ്യും അങ്ങനെ ചെയ്താൽ എന്നൊക്കെ എനിക്ക് ഉപദേശമൊന്നും ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഇപ്പോൾ ചെറിയ ഒരു സീനോ 2 സീനോ ഉള്ള ഗസ്റ്റ് അപ്പിയറൻസ് ആണെങ്കിൽ കൂടി അതിന് പ്രാധാന്യം ഉണ്ടെങ്കിൽ പോയി ചെയ്യാം. വെറുതെ അത് ചെയ്യാതിരിക്കണമെന്നല്ല, അതിന് അതുപോലെ പ്രാധാന്യം ഉണ്ടെങ്കിൽ പോയി ചെയ്യണം. പടത്തിൽ ആദ്യം മുതൽ തുടക്കം മുതൽ ഏറ്റവും അവസാനം വരെ പടം മുഴുക്ക നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഓരോ ഡയലോഗ് ആണെങ്കിലും അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ് വേണം, കഥയിൽ വേണം. അല്ലെ ആ ക്യാരക്ടർ മുഴുക്ക അത്ര സെൻട്രൽ ക്യാരക്ടർ അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടർ ആയിരിക്കണം. 2 സീനേ ഉള്ളെങ്കിലും പടമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ക്യാരക്ടർ ചെയ്യണം. അങ്ങനെ ഞാൻ അങ്ങനെയൊക്കെ ചില വിട്ട പടങ്ങളൊക്കെയാണ് ഹലോ എന്ന് പറഞ്ഞ സിനിമയൊക്കെ. ഞാനത് ഉപേക്ഷിച്ച ഒരു ക്യാരക്ടറാണ് വാസ്തവത്തിൽ. അന്ന് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ നിർബന്ധപൂർവ്വമാണ് എന്നെ അവരെ വിളിക്കുന്നത്. അവരും എന്നെ വിളിച്ച് സംസാരിച്ച് കൺവിൻസ് ചെയ്തിട്ടാണ് ഞാൻ പോയി അഭിനയിക്കുന്നത്. പക്ഷെ അവർ പറഞ്ഞു കറക്റ്റ് റാഫി മക്കാട്ടാണ്. അത് ഈ പടം വരുമ്പം ആ സീൻ്റെ അറിയാം അതാണ് പറഞ്ഞത്. അപ്പം ഞാനും പോലും പ്രതീക്ഷിച്ചില്ല, അത്രയും മൈലേജ് കിട്ടും ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് നഷ്ടമായി സൂപ്പർ ഹിറ്റ്, ഭയങ്കര ഹിറ്റ്. മനസ്സിലാക്കി കളഞ്ഞല്ലോ ഡയലോഗുള്ളൂ, നീ സാബുവല്ലടാ. അത് സാബുവിനെ പറ്റി പറയുമ്പോ ബില്ല് കൊടുത്തതിന് ശേഷം ആ ഒരു വിഷമം കാണിക്കാനും പറ്റില്ല. ഭാര്യയുടെ അടുത്ത് സാബു എന്ന് പറയുന്നത് അറിയാൻ വയ്യ. ഭാര്യയോട് എന്തൊരു ഉത്തരം പറഞ്ഞില്ല പറ്റുമോ? അത് ഗംഭീര ഒരു സീനായി. അതുപോലെ എനിക്ക് ഇപ്പം ഞാൻ ചേട്ടാ ആ ഇന്റർവ്യൂ ആദ്യം എടുക്കുന്നുണ്ട്, ഞാൻ ഓരോ കഥാപാത്രങ്ങളെ എടുത്തെടുത്ത് പറയുന്നത്. ഈ അടുത്ത കാലത്ത് കണ്ടല്ലോ ഏറ്റവും എനിക്കെന്നല്ല ഒരുപാട് പേർക്ക് പരാജയപ്പെടുന്ന വീണ്ടും വീണ്ടും പരാജയപ്പെടുന്നവർക്ക് ഒരുപാട് മോട്ടിവേഷൻ തരുന്നുണ്ട് കേമൻ സോമൻ. ഭയങ്കര ആ സീരീസിന് മുകളിലാണ് ആ കഥാപാത്രം നിൽക്കുന്നത്. കേമൻ സോമൻ ഒരുപാട് സ്ഥലത്ത് മീംസ് ഒക്കെ വന്നിട്ട് കേമൻ സോമനാണ് എന്റെ മാതൃക എന്നൊക്കെ പറഞ്ഞിട്ട് പരാജയങ്ങളുടെ അങ്ങേയറ്റമാണ്. അതെ അതെ, അതൊന്നും നിസ്സാരമായിട്ടില്ല, അതൊന്നും മൈൻഡ് ചെയ്തില്ല. ലാസ്റ്റ് തോറ്റിട്ട് പോകുമ്പോൾ അടുത്ത നോക്കാം എന്ന് പറഞ്ഞിട്ട് പോണത്. അതെ അതെ, അത് ഉഗ്ര ക്യാരക്ടറാണ്, ഭയങ്കര കഥാപാത്രമാണ്, ഭയങ്കര ക്യാരക്ടറാണ് തീർച്ചയായിട്ടും. അത് പറഞ്ഞ പോലെ അതിന്റെ ഡയറക്ടറും പ്രവീൺ ചന്ദ്രനും റൈറ്റർ ദീപുടെ എൻ്റെ കഥയും ക്യാരക്ടറൊക്കെ നേരിട്ട് വന്ന് കൺവിൻസ് ചെയ്യിച്ചെന്നെ കൊണ്ട്. തീർച്ചയായും അവർക്കുള്ള പങ്ക് ഇതിനകത്ത് വിപുലമാണ്. അവരുടെ ഒരു ഇതിനകത്തുള്ള ഒരു അവരുടെ മോട്ടിവേഷൻ, ആ ക്യാരക്ടർ ചെയ്യാനുള്ള കാര്യം അതിന് ചെയ്യിപ്പിച്ചതും അവരുടെ പങ്കെടുത്ത് പറയേണ്ടതായിട്ടുണ്ട് രണ്ടുപേരുടെ. അതിലൊരു ഡയലോഗ് ഇപ്പൊ ഈ അടുത്ത സമയത്തൊക്കെ പിന്നെയും ട്രെൻഡിങ് ആവുന്നത്, ഞാൻ എന്താണ് ഫാൻ കറങ്ങണില്ല, അത് നോക്കിയപ്പോ വീട്ടില് TV അടിച്ചു പോയി. അതാ ഇങ്ങനെയുള്ള നിങ്ങളുടെ ചങ്കിനെ മെൻഷൻ ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. അതിന്റെ പിള്ളേരെ ഇത് മോട്ടിവേഷൻ കൊടുക്കുന്നില്ലേ, ഒരു അമ്മയും മോനും വരുമല്ലോ. ചേട്ടനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു, എവനെ 10ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുന്നില്ല. അതൊന്നും പഠിച്ചില്ലേ കുഴപ്പമില്ല, ഞാൻ സ്കൂളിൽ പോയിട്ടില്ലല്ലോ. സ്കൂളിൽ പോയിട്ടാണോ? നീ ഒരു കാര്യം വൈകിട്ട് ഞാൻ പറഞ്ഞു തരാം. തോറ്റു കിടക്കുന്ന പോസിറ്റീവ് എനർജി വരുന്ന കഥാപാത്രമാണ്. ഈ വേറെ കാര്യമുണ്ട്, നമ്മളെപ്പോഴും പലരും ചില രാഷ്ട്രീയക്കാരുടെ ഇലക്ഷനൊക്കെ വരുമ്പോഴേ പല കാര്യങ്ങൾക്കും പറയുന്നത് നമ്മൾ പണ്ട് ഒരു കേട്ടൊരു കാര്യമാണ്. ചില വിദഗ്ധർ അല്ലെങ്കിൽ മഹാന്മാർ പറഞ്ഞ കാര്യം, ജയിക്കുന്നവരെന്നൊരു പാഠം ഉൾക്കൊള്ളുന്നതിനേക്കാൾ നല്ലത് തോറ്റവരിലെന്ന പാഠം. അത് അർത്ഥമുണ്ടല്ലോ, 100%. അവർക്കായിരിക്കും ഉള്ള അനുഭവങ്ങളും പറയാനും ഉള്ളത്. മോട്ടിവേഷൻ തരുന്നത് അവരാണ്. അതാണ് ജയിച്ചതൊക്കെ ഒന്നുമില്ല, ജയിച്ചു, അതിപ്പോൾ ഞാനങ്ങനെ ജയിച്ചു എന്ന് പറയാമല്ലോ. ഞാൻ നന്നായിട്ട് ചെയ്തുകൊണ്ട് ജയിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലേ? പക്ഷെ ആ ജയിച്ചിട്ടുണ്ടെങ്കിൽ തോറ്റ ഒരാളുടെ കൂടെ നിന്നാലേ ആൾ ജയിക്കുള്ളൂ, അല്ലേ? അപ്പൊ അവരുടെ ഒരു എക്സ്പീരിയൻസ് കാര്യം ഭയങ്കര, അതാണ് ഇതിന്റെ ഒരു ഞാൻ ഉദ്ദേശിക്കുന്നത്. VKP ആയിട്ടുള്ള ഒരു സൗഹൃദം എങ്ങനെയാണ്? കാരണം ചേട്ടന് വേറൊരു ഗെറ്റപ്പിൽ നമ്മൾ ആദ്യമായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം, പോലീസിലാണ് നമ്മൾ കാണുന്നത്, മുട്ടിയൊക്കെ വളർത്തി വേറൊരു ഗെറ്റപ്പിൽ ചേട്ടനെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. അതുവരെ ഉള്ള ഗെറ്റപ്പ് അല്ല VKPയുടെ പോലീസ് എന്ന് പറഞ്ഞ സിനിമയിൽ. പിന്നീട് ഇങ്ങോട്ട് ഇപ്പോൾ പാലമ്പുഴവും എത്തി നിൽക്കുമ്പോൾ അദ്ദേഹമായിട്ടൊരു സൗഹൃദം എങ്ങനെയാണ് മൊത്തത്തിൽ ഇൻഡസ്ട്രിയിൽ? ഇപ്പം ചേട്ടനോട് സൗഹൃദം ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ചേട്ടൻ, മുകേഷ് ചേട്ടൻ, സിദ്ദിഖ് ചേട്ടൻ ഇവരൊക്കെ തന്നെ ആയിരിക്കും സുഹൃത്തുക്കൾ എന്നാണ് നമ്മളുടെയൊക്കെ ഉള്ളിലുള്ള ഒരു ധാരണ. ഇപ്പം സിനിമയിലെ സൗഹൃദങ്ങളൊക്കെ എങ്ങനെയാണ് ശരിക്കും? സിനിമയിൽ എല്ലാവരുമായിട്ടും സൗഹൃദമുണ്ട്.
അത് സിനിമയിൽ എല്ലാവരും ഒരു സൗഹൃദത്തിനെ പറ്റുള്ളൂ സിനിമ. അതെ, ആ സൗഹൃദമുണ്ട്. അതിന് കൂടുതലായിട്ട് സിനിമ നമുക്ക് വളരെ ഇപ്പം എന്താ പറയുന്നത്, അകമഴിഞ്ഞ ഒരു സ്നേഹം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരിക്കലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാളും തമ്മിൽ പ്രതീക്ഷിക്കാം. കാരണം ഇതൊരു കച്ചവടമാണ്. സിനിമ പരിപൂർണമായിട്ടൊരു ബിസിനസ്സാണ്. അപ്പോൾ ഇതിനകത്തൊരു സ്നേഹബന്ധം എന്ന് പറയാൻ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അതാരുടെ കുറ്റമില്ല. അതാണ് സിനിമ. ഇതെൻ്റെ ഏറ്റവും അടുത്ത എനിക്ക് ഇണപരിയാത്ത സുഹൃത്താണെന്ന് സിനിമയിൽ അങ്ങനെ ആർക്കെങ്കിലും പറയാൻ ഉണ്ടാവും. 100-ൽ ഒരു 10% പോലും അവനുണ്ടാവില്ല. അങ്ങനെ കാരണം സൗഹൃദമോ സ്നേഹബന്ധമോ സിനിമയിൽ അതുകൊണ്ട് പറ്റില്ല. കച്ചവടത്തിൽ ഒരിക്കലും സ്നേഹം പൂർണ്ണമായിട്ട് പറ്റില്ല. അല്ലേ? ബിസിനസ് തുടങ്ങിയാൽ നമ്മുടെ അച്ഛനും അമ്മ വന്നൊരു സാധനം വാങ്ങിക്കാൻ വന്നാലും അതിന് കാശ് തരും. അല്ലേ? അല്ല ദിവസം വന്ന് അച്ഛന് മോന് പെങ്ങളാന്ന് ഭാര്യയാന്ന് കാശ് കൊടുക്കാൻ പറ്റും. അത് എല്ലാ കടവും പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ബിസിനസ്സുകളാണ്. അത് സ്നേഹത്തിൻ്റെ ലക്ഷണമല്ലത്. അല്ലേ? സിനിമയിൽ സൗഹൃദം ഒരു കാഴ്ചപ്പാടിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ എൻ്റെ അഭിപ്രായമാണ്. അത് അതിനകത്ത് തെറ്റും പലർക്കും അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാം. പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് പൂർണ്ണമായിട്ട് ബിസിനസ്സാണ് സിനിമ. ആ ബിസിനസ്സിന് ആവശ്യം വരുമ്പോൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കും. കച്ചവടത്തിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രം സഹകരിക്കുക, അത് കാര്യം നടത്തുക, പോകാന്നുള്ളൂ. അതിനകത്ത് ഇപ്പം 500 രൂപയുടെ മീൻ വേണമെങ്കിൽ ചിലപ്പോൾ 450 രൂപ കൊടുക്കും. ചിലപ്പോൾ അത് 550-600 രൂപ ചോദിച്ച് കൊടുക്കുന്നവരുണ്ടാവും. അല്ലേ? അതിൻ്റെ അപ്പുറത്ത് ആ മീൻ തന്നെ ചിലപ്പം 400 രൂപയ്ക്ക് തന്നെ അങ്ങോട്ട് പോകും. അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോൾ അത് 750 രൂപ ചോദിച്ചാലും ആ മീൻ അത്രത്തോളം ഇഷ്ടപ്പെടുന്നവർ അങ്ങോട്ട് തന്നെ പോകും. അതേ ഉള്ളത് കാര്യം വേറെ അതിനകത്ത്. ഇത് വാങ്ങിക്കുമ്പോൾ ഉള്ള വിലപേശലും കാര്യങ്ങൾ ചിരി സൗഹൃദമൊക്കെ ഉണ്ട്. ആ തമാശയ്ക്ക് പറയും, കാര്യങ്ങൾ ചെയ്യും, ആ സ്നേഹം കാണിക്കും. ഇത് കൊണ്ട് കഴിയാൻ പിന്നെ ഒന്നുമില്ല. ഭയങ്കര എക്സാമ്പിൾ ആയിപ്പോയി. സാധനം കിട്ടി പോയാൽ പിന്നെ ഒന്നുമില്ല. പിന്നെ അതിന് അടുത്ത ആളൊന്ന് അതൊന്നും അടുത്തായിരുന്നത് ആളുകൾക്ക് മനസ്സിലാവും. ആലോചിക്കും ശരിയല്ലേ? ഇത് വല്ല വേറെ ഒന്നും ഇതിനകത്തില്ല. ഇപ്പം ചിലർ ആയിരിക്കും ഇത് പോയിക്കാലും ഇവരൊക്കെ നമ്മളെ ഓർക്കും, വിളിക്കും, വീണ്ടും കച്ചവടത്തിന് വരും, കാശ് കുറച്ച് തരും, അല്ലെങ്കിൽ അതെനിക്ക് വീണ്ടും തരും, എന്നോട് സ്നേഹമാണ്, നല്ല മീൻ തരും. മനസ്സിലായില്ലേ? അത് അപ്പം കഴിഞ്ഞ് പോവാന്നുള്ളൂ, വേറൊന്നുമില്ല. അനുഭവങ്ങളാണ് ഈ പറയുന്നത്. ഞാൻ അനുഭവങ്ങളോട് പറയുന്നതാണിത്. സിനിമ നടക്കുന്ന അത് ഇപ്പോഴല്ല, പണ്ട് പോലും ഇപ്പോഴും തന്നെ നടക്കുന്നു. ഇതിനകത്ത് സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ ചില സിമ്പതി, ചില അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 10% കഷ്ടിച്ച് അത് താഴെ വിധിക്കുന്നുള്ളൂ. അതില്ലെന്ന് പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ സിനിമ ബിസിനസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഇപ്പം സമകാലീനരായ ചേട്ടൻ്റെ കൂടെ വന്ന ഒരുപാട് പേര് മറ്റ് മേഖലയിലും കൂടെ കൈവച്ചിട്ടുണ്ട്. ഇപ്പോൾ ചേട്ടൻ ഓഫ് കോഴ്സ് മ്യൂസിക്കിലുണ്ട്, അതല്ലാതെ ഇപ്പം സിനിമ എഴുത്ത്, ഡയറക്ഷൻ, നിർമ്മാണം, അതിലൊക്കെ പങ്കെടുത്ത അല്ലെങ്കിൽ അതിനൊക്കെ ഒരു കൈ നോക്കിയ ആളുകളുണ്ട് ഒരുപാട് പേര്. അപ്പം ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും ഒരു സിനിമ ഡയറക്ഷൻ അല്ലെങ്കിൽ നിർമ്മാണം അങ്ങനെ മറ്റു മേഖലയിലേക്ക് മ്യൂസിക് അല്ലാതെ എന്തെങ്കിലും? നിർമ്മാണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. നമ്മളെ അതുകൂടി ഇല്ലാതാക്കാനുള്ള പരിപാടിയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് ഏതായാലും ഇല്ല. സംവിധാനം ചെയ്യണമെന്ന് ഇടയ്ക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പരിപാടിയൊക്കെ നീങ്ങിയതാണ് എൻ്റെ ഇടയ്ക്ക്. ഈ കോവിഡ് സമയത്തൊക്കെ ഒന്ന് വന്നു. അത് കോവിഡിൻ്റെ സമയത്ത് വന്നെങ്കിലും കോവിഡ് ആയതുകൊണ്ടും അത് നേരെ ആയില്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ അത് പ്രാവർത്തികമായില്ല. അങ്ങനെ ഒരു കാര്യത്തിലൊക്കെ വന്നതാണ് ഞാൻ ആദ്യം. ചേട്ടൻ തന്നെ എഴുതുന്ന? അല്ലല്ല, ഞാൻ ഡയറക്ഷൻ മാത്രം. സ്ക്രിപ്റ്റും സ്റ്റോറിയും അങ്ങനെയൊക്കെ വേറെ മറ്റ് ഒന്നുണ്ട്. നമ്മുടെ മലയാളത്തിലെ പ്രഗത്ഭരായ കുറച്ച് ആൾക്കാരെ വെച്ചതിലൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറും കാര്യങ്ങളൊക്കെ ഓക്കെ ആയൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നിർഭാഗ്യവശാൽ നടന്നില്ല. അല്ലെ ആ സമയത്തെ ആരെ വെച്ചായിരുന്നു ഒരു പക്ഷെ അതുവരെയൊക്കെ എത്തിയിരുന്നു. അല്ലെങ്കിൽ നമുക്ക് അശോകൻ ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന ഒരു ന്യൂസ് വരുമ്പോൾ നമുക്ക് എന്ത് തരത്തിലുള്ള സിനിമ ആയിരിക്കാം പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ടായിരിക്കാം നമ്മുടെ മനസ്സിൽ ചേട്ടനൊരു ആഗ്രഹം പറഞ്ഞ എന്തായിരിക്കും? ഇനിയൊരു സിനിമ വരികയാണ്, എനിക്ക് ഇന്ന രീതിയിൽ ത്രില്ലർ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ആർട്ടിസ്റ്റിനെ, അല്ലെങ്കിൽ ഇന്ന ഒരു കാറ്റഗറി ഓഫ് ആർട്ടിസ്റ്റുകളെ ഉൾപ്പെടുത്തിയൊരു സിനിമ ചെയ്യണം, എന്തായിരിക്കും ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു ആഗ്രഹം? ഫസ്റ്റ് സിനിമ എന്ന് പറയുമ്പോൾ അതിനൊരു എന്തായാലും ഒരു ആഗ്രഹം ഉണ്ടാവും. ഞാൻ അങ്ങനെ ഒരു ഇന്നൊരു ടൈം പടം ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പക്ഷെ ഒരു ആക്ഷൻ പടമൊന്നും ആയിരിക്കത്തില്ല. ഓക്കെ, ഞാൻ ആ മനസ്സിൽ ഉദ്ദേശിച്ചത് ആദ്യം പ്ലാൻ ചെയ്തത് അങ്ങനെയൊന്നും ആയിരുന്നില്ല. അത് ത്രില്ലറൊന്നും ഒരിക്കലും ആവില്ല. കാരണം ത്രില്ലർ എൻ്റെ കാഴ്ചപ്പാട് ത്രില്ലർ എന്നൊക്കെ പറയുന്നത് ഒരുപാട് കുറച്ച് തലവേദനയുള്ള സംഭവം. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കുറച്ച് പ്രശ്നം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ആ രീതിയിലുള്ള പടമായിരിക്കത്തില്ല. എൻ്റെ പടങ്ങൾ കുറച്ചുകൂടെ അങ്ങനെ വലിയ ബഹളമൊന്നും ഇല്ലാത്ത സിനിമകളെ ഞാൻ ഉദ്ദേശിക്കാറുള്ളൂ. അന്ന് ഉദ്ദേശിച്ചതും അങ്ങനെയൊക്കെ തന്നെയുള്ളതായിരുന്നു. കുറച്ച് സ്റ്റോറി ബേസ്ഡുള്ള സംഭവങ്ങളായിരിക്കും. ഒരു ഫീൽ ഗുഡ് സാധനമാണ് ചേട്ടന് കാണാനും ഇഷ്ടം? ഞാൻ വസ്തുത എല്ലാ പടം കാണും. ഏത് ടൈപ്പ് പടവും ഞാൻ കാണും.
ഞാൻ അതിപ്പോഴല്ല സിനിമ വരുന്നതിന് മുമ്പ് ഞാൻ ശരിക്കും പറഞ്ഞ ആക്ഷൻ പടം കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ. അന്നത്തെ ആക്ഷൻ പടം ഞാൻ കണ്ടിരുന്നത്. പിന്നെ അടിപൊളി പടങ്ങൾ, പാട്ട്, കാറോട്ടം, വെടിവെപ്പ്, ഇങ്ങനെ സിനിമ ഒരുപാട് പ്രേമസിന്റെ പടങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കാണുമായിരുന്നു. അതേസമയം അപ്പുറത്ത് സത്യൻ മാസ്റ്ററേയും മധുസാറിനെയും പടവും കാണുമായിരുന്നു. അത് സ്റ്റോറി ബേസ്ഡ് അവരുടെയൊക്കെ പടങ്ങൾ, അതും ഞാൻ ആസ്വദിക്കും. അത് ശേഷം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇപ്പം ഇംഗ്ലീഷ് പടം വന്നാലല്ല ആക്ഷൻ പടം ഞാൻ നന്നായി കാണും, ഹൊറർ പടം കാണും, എല്ലാം കാണാം. ജെയിംസ് ബോണ്ട് സിനിമ ഭയങ്കര അന്നും അത് ഇന്നും ഇഷ്ടമാണ്. അതൊക്കെ എല്ലാം കാണും. MGRന്റെ പടം നമുക്ക് സ്ഥിരം കാണും, ഇഷ്ടമാണ്. അടിപ്പടം, ശിവാജി ഗണേശന്റെ പടവും കാണും, എല്ലാ സിനിമകളും കാണും, മിക്കവാറെല്ലാം കാണും. രജനീകാന്ത്, കമലഹാസൻ, ഇതെല്ലാം പടങ്ങൾ ആ രീതി സ്പിരിറ്റിൽ തന്നെ എടുത്ത് കാണും. ഈ കുറച്ച് നാൾ മുന്നേ ജഗദീഷ് ചേട്ടൻ്റെ ഇന്റർവ്യൂവിൽ ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ ജഗദീഷ് ചേട്ടൻ പറഞ്ഞ മറുപടി ഉണ്ട്. രാവിലെ എഴുന്നേറ്റ് ആദ്യം ഞാൻ ഒമ്പാരയ്ക്ക് പോയി കൃപയിൽ പോയൊരു സിനിമ കണ്ടു, അവിടെ നേരിട്ട് ചായ കുടിച്ചു, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അജന്തയിൽ പോയി. അന്ന് ഒരു ദിവസം 3-4 സിനിമ കണ്ടിന്യൂസ്ലി കണ്ട ഒരു കഥ ജഗദീഷ് ചേട്ടൻ പറഞ്ഞത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇത് റീലായിട്ട് കട്ടായി പോയായിരുന്നു. കാരണം ഒരു ദിവസം 4 സിനിമയാണ് അദ്ദേഹം കണ്ടിന്യൂസ്ലി കണ്ടത്. അപ്പൊ അത്രയും സിനിമകൾ കാണുന്ന ഒരു വ്യക്തി തന്നെയാണ് ചേട്ടനും. തിയേറ്ററിൽ പോയി തന്നെ സിനിമ ഞാൻ തിയേറ്ററിൽ കാണും. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം പോലെ എൻ്റെ തൊട്ടപ്പുറത്തുള്ള മുൻവശം ജംഗ്ഷനിൽ ഞാൻ ബസ് കയറിപ്പോകും. കട്ട് കുറവാണ്. സ്കൂളിൽ 7, 8, 9, 10 സമയങ്ങളിലൊക്കെ ഞാൻ അന്ന് 20 പൈസ കൊടുത്താൽ ഞങ്ങളുടെ ഹരിപ്പാടെന്ന സ്ഥലത്ത് ബസ്സാണ്. 20 പൈസ എന്നത് ഒരു സിനിമ കാണണമെങ്കിൽ 2 രൂപ മതി. ഓക്കെ. 2 രൂപ നമ്മൾ ഇങ്ങനെയൊക്കെ കഷ്ടിച്ച് വിലക്കെട്ട ഉണ്ടാക്കുന്നത്, ഒപ്പിച്ചെടുക്കുന്നത് വലിയ കഷ്ടമാണ് അത്. അപ്പം പിന്നെ അത് തിയേറ്ററിൽ പോയി മാറ്റിനെ കാണും. 2:30-3 മണിക്കാണ്. അപ്പോൾ കറക്റ്റ് 2 മണിക്കൊരു ബസ്സുണ്ട്. KCT എന്നുള്ള ബസ്സാണ് ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ ഓടുന്നത്, KCT. ആ ബസ് കൃത്യം അവിടെ വരും. അതിൽ പോയാൽ കറക്റ്റ് 2:30, 2:45 ആകുമ്പോൾ ഹരിപ്പാടില്ല. ഹരിപ്പാടി നിന്ന് പിന്നെ നേരെ കറക്റ്റ് 3 മണിക്ക് പടം തുടങ്ങുക. അന്ന് തിയേറ്ററിലൊക്കെ ഈ 2 ഇൻ്റർവെലൊക്കെയാണ്. 2 ഇൻ്റർവെൽ ഒന്നേ ഉള്ളൂ. പക്ഷെ അതിന് മുമ്പ് ഒരു ഇത്ര റെയിൽ 6, 5 കാണിക്കുമ്പോൾ ഒരു ബെല്ലടിക്കും. ബെല്ലടിക്കുമ്പോൾ സിനിമ ഓഫാവും. ഓഫായി 2-3 മിനിറ്റ് അടുത്ത റീൽ ചേഞ്ചാണ്. അത് തന്നെ ഇൻ്റർവെലുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3/4 ഭാഗം ഇതുപോലെ ആയിരിക്കും. അങ്ങനെയാണല്ലേ? അന്നങ്ങനെയൊക്കെയായിരുന്നു. പഴയ കൊട്ടക. ഇന്നിപ്പോൾ അങ്ങ് ആർക്കറിയാം അതൊക്കെ? ഇന്നൊന്നും ഇല്ലല്ലോ. സിനിമാ തിയേറ്ററിൽ ഇടയ്ക്ക് പാട്ട് പുസ്തകം വെക്കും. പാട്ട് പുസ്തകം കപ്പലണ്ടി ഇതെല്ലാം പറഞ്ഞുകൊണ്ട് സോഡ ഇതെല്ലാം ഈ ഉള്ളിക്കൂടെ വരും. അപ്പോൾ പലരും വായിക്കും. നമ്മൾ ചിലപ്പോൾ ഈ സോഡയൊക്കെ പൊട്ടിച്ച് മറ്റേ ഇതുണ്ടല്ലോ അത് പൊട്ടിക്കാതെ ത്രില്ല. അതൊക്കെ സോഡ കഴിക്കാനൊക്കെ പൈസ അന്ന് 10 പൈസയുള്ളൂ സോഡയ്ക്ക്, 5 പൈസയും കിട്ടും. ഇതൊക്കെ തിയേറ്ററിൽ നിന്ന് കുടിക്കാനൊക്കെ ത്രില്ല. 10 പൈസയുടെ സോഡ ഇന്ന് 10 രൂപ 12 രൂപ. 10 പൈസ അന്ന് വലിയ പൈസ അന്നത്തെ. പിന്നെ പാട്ടുപുസ്തകം, ആ സിനിമയുടെ പാട്ടുപുസ്തകം അത് ചിലപ്പോൾ വാങ്ങിക്കും. ഞങ്ങൾ പാട്ടൊക്കെ പഠിക്കുന്നത് അങ്ങനെയാണ്. കപ്പലണ്ടി വാങ്ങിക്കും. ഇങ്ങനെയുള്ള പരിപാടികളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ മിക്ക സിനിമയ്ക്കും എല്ലാ പടങ്ങളും പോകുന്നു. ഇപ്പം എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത്? എങ്ങനെയാണ്? ഞാനിപ്പോഴും സിനിമയ്ക്ക് പോകും. ചെന്നൈ താമസിക്കുന്നത്. അതിൻ്റെ അടുത്ത് തിയേറ്റർ PVR-ഉം മറ്റേ അതുപോലെ മൾട്ടിപ്ലക്സൊക്കെ പലതുണ്ട്. അത് മലയാളവും തമിഴും ഇംഗ്ലീഷും ഒക്കെ കാണും. ചേട്ടൻ ചെന്നൈയിൽ സെറ്റിൽ ആവാനുള്ള റീസൺ തിരുവനന്തപുരത്ത് ബേസ്? അല്ലല്ല, ഞാൻ ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴയാണ്, ചേപ്പാടെന്ന് പറഞ്ഞ സ്ഥലം. ചേപ്പാട് എൻ്റെ സ്ഥലം. പിന്നെ ചെന്നൈയിലേക്ക് സെറ്റിൽ ആയത്? ചെന്നൈയിലേക്ക് എനിക്കന്ന് തമിഴ് ഒരു സീരിയലിന് ഓഫർ വന്നു. തമിഴ് സീരിയൽ 20 വർഷത്തിന് മുമ്പാണ്. സ്റ്റാർ വിജയ് TVയിലായിരുന്നു ആ സീരിയൽ. അതായത് അന്ന് ഭാരതിയുടെ അസിസ്റ്റൻ്റായിട്ടുള്ള ഒരു കവിതാ ഭാരതിയുണ്ട്. പുള്ളിയുടെ സ്റ്റോറിയും സ്ക്രിപ്റ്റും ഒക്കെയാണ്. പ്രൊഡ്യൂസർ UTV എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ. ഇങ്ങനെ ഒരു വലിയ ടീമായതുകൊണ്ട് സീരിയലാണെങ്കിലും കുഴപ്പമില്ല. അന്ന് മറ്റൊരു ലാംഗ്വേജ് അല്ലേ അത് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ പോയതാണ് വാസ്തവത്തിൽ. അതൊരു മെഗാ സീരിയൽ സ്റ്റാർ വിജയിലായിരുന്നു. അത് അതിനെ സംബന്ധിച്ച് ആ ചാനലിനെ സംബന്ധിച്ച് സൂപ്പർ ഹിറ്റ് ആയിരുന്നു അന്ന്. പിന്നെ 1-2 കൂടെ ചെയ്തവിടെ ഓഫർ വന്നു. അങ്ങനെ ആക്സിഡൻ്റ് അവിടെ നിന്ന് പോയതാണ്. ഒരു ഫ്ലാറ്റൊക്കെ ഞാൻ വാങ്ങിച്ചു നിന്നുപോയി. പിന്നെ താല്പര്യം ഉണ്ടായിട്ടൊന്നുമില്ല അന്ന് എനിക്ക്. കാരണം ഞാൻ ആദ്യം ഒരു 78-79 സിനിമയിൽ ഡബ് ചെയ്യാനൊക്കെ അവിടെ പോകില്ലേ ചെന്നൈയിൽ. അന്നത്തെ മെഡ്രാസിൽ പോകും, ഇത് ട്രെയിനിൽ പോകും, രാവിലെ തിരിച്ച് എത്തും. അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ പരിപാടികൾ. സെറ്റിൽ ചെയ്യുന്നതായിരുന്നു എനിക്ക് അങ്ങനെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഫാമിലി അവിടെയാണ്? ഫാമിലി അവിടെയാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കേരളത്തിലേക്ക് തിരിച്ച് ഇപ്പൊ വരുമ്പോ ഹോട്ടൽസിലാണ് താമസിക്കുന്നത്? ഞാൻ മിക്കവാറും വന്നോണ്ടിരിക്കുകയാണ് ഷൂട്ടിങ്ങിനൊക്കെ ആയിട്ട്. അപ്പൊ ഇവിടെ തിരിച്ച് സെറ്റിൽ ആവാൻ അങ്ങനെ ഒരു പ്ലാനിങ് ഒന്നുമില്ല ഇതുവരെ? അങ്ങനെ ഒന്നുമില്ല. നാളെ ആയിക്കോളാന്നും പറയാൻ പറ്റില്ല. എന്തായാലും ചെന്നൈയിൽ ഒരു നമ്മുടെ ഒരു ബേസ് അവിടെ എന്തായാലും വിടും. ഇവിടെ വന്ന് താമസിച്ചാലും ശരി, അവിടെ ഇവിടെയായിട്ട് നിന്നുള്ള പരിപാടികളാണ്. ഇപ്പം അതൊരു കാര്യമില്ലല്ലോ. ഇപ്പം ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇവിടെ, അമേരിക്കയിൽ നിന്ന് വരുന്നു, പിന്നെ ഗൾഫിൽ നിന്ന് വരുന്നു, അവിടെ നിന്നൊക്കെ വരുന്നില്ല എപ്പോഴും. അതൊന്നും ഇപ്പോൾ പക്ഷേ 1 മണിക്കൂർ ട്രാവൽ ചെയ്താൽ ഒറ്റ
ഇത് ഫാമിലിയെ പറ്റി പറഞ്ഞ മോളാണ്. അവർ സിനിമയിലേക്കൊക്കെ എന്തെങ്കിലും ഒരു താല്പര്യം അങ്ങനെ ഇല്ല, അവർക്ക് ഒരു താല്പര്യമില്ല. സിനിമ എല്ലാം കാണും, വിലയിരുത്തും അവള്. അല്ലാണ്ട് മലയാളത്തിൽ തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷൊക്കെ അവള് കാണും. മലയാളം കാണുക, സിനിമയെക്കുറിച്ച് വിലയിരുത്തും നന്നായിട്ട് അവള്. പക്ഷെ പറയും സിനിമയ്ക്ക് അങ്ങനെ വേറെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, അത് ജോലിയൊക്കെയാണ്. പഠിത്തം കഴിഞ്ഞു, ഇപ്പം ജോലിയാണ് അവിടെ, വർക്ക് ഫോമാണ്. ഇപ്പോൾ നമ്മുടെ പാലമ്പഴവും ഇപ്പോൾ തിയേറ്ററിലേക്ക് വന്നു കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രൊമോഷൻ രീതികൾ ഫുൾ ഇൻ്റർവ്യൂസ് ആണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത്. ഈ ഒരു പ്രൊമോഷൻ്റെ ഒരു സമയമുണ്ടല്ലോ, കുറച്ച് പുറകോട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 10 വർഷം അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിലാണ് ഈ ഒരു പ്രൊമോഷൻ രീതികളൊക്കെ വന്നു തുടങ്ങുന്നത്. ഇപ്പോൾ ചേട്ടൻ്റെയൊക്കെ ഒരു യങ് ഏജിൽ സിനിമകൾ വരുന്നു, ആ സമയത്തൊക്കെ ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നൊരു ഭാഗമായി ഈ പോസ്റ്ററിന് അപ്പുറം ബാക്കി എന്തായിരുന്നു? ഇപ്പോൾ തിയേറ്ററിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ശരി, നമ്മൾ ഈ സോഷ്യൽ മീഡിയ വന്നാലും ഇല്ലെങ്കിലും ഒരു പടത്തിൻ്റെ വിധിയുണ്ട് അല്ലേ? ഒരു പടത്തിൻ്റെ വിധിയുണ്ട്. അന്ന് ഇപ്പോൾ ഇതൊന്ന് സോഷ്യൽ മീഡിയ നല്ല പ്രൊമോഷനാണ്, തീർച്ചയായിട്ടും അല്ലെന്നും പറയുന്നില്ല, നല്ല പ്രൊമോഷനാണ്. പക്ഷെ അന്നാണ് ശരി, അന്ന് പത്രങ്ങൾ കൂടി നമ്മൾ ന്യൂസ് പേപ്പറിൽ കൂടി അതൊക്കെ അറിയുന്നത്. പിന്നെ സിനിമ മാഗസിൻസ് ഒന്നുണ്ട്. പിന്നെ ഓരോ തിയേറ്ററിലും പടം വരുമ്പോൾ അടുത്ത പടം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മുമ്പേ തന്നെ ഓരോ പടങ്ങളെല്ലാം കാണിക്കും. അന്ന് തിയേറ്ററിലേക്ക് ആളുണ്ടെന്ന് ശരിക്കും അത് തന്നെ മതി. ഇനി വരുന്നു ഇന്ന സിനിമ ഇത്രാം തീയതി മുതൽ ഇത് കാണിക്കും, ഓരോരുത്തരുടെ പടങ്ങളും ഡയറക്ഷൻ മറ്റേ മറിച്ചും എല്ലാം കാണിക്കും. പിന്നെ കാർഡുകൾ സൈഡിൽ ഇതിനകത്ത് തിയേറ്ററിനകത്തും ഉണ്ടാവും, വരുന്ന സിനിമയെല്ലാം ഉണ്ടാവും. അതിൻ്റെ വലിയ പരസ്യമല്ലേ. വെളിയിലേക്ക് പോസ്റ്റേഴ്സ് ഒന്നും ഒരുപാട് ശ്രദ്ധിക്കുമെന്ന്. ഇന്നിപ്പോൾ പോസ്റ്റർ ഒന്നും ഇല്ലെങ്കിൽ എല്ലാം കാണാം, ഫോണിൽ കൂടെ, ടി വി കൂടെ കാണും, ഫോണിൽ കൂടെ എല്ലാം കാണാം. ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളുണ്ട്, മറ്റേ മറിച്ചതെല്ലാം ഉണ്ട്. അപ്പം അതുകൊണ്ട് രണ്ടായാലും അന്നും ഇതിന് പകരമായിട്ട് അതൊക്കെ ഉണ്ടായിരുന്നു. ഇത് വന്നുകൊണ്ടല്ലേ ആൾക്കാർ കുറെ പേര് ഇങ്ങോട്ട് വന്നു. എന്തായാലും ഇത് എങ്ങനെയൊക്കെ വന്നാലും പടത്തിനൊരു പിന്നെ ഒരു വിധിയുണ്ട്. ഓടും. ഇന്ന് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് ഒരു പടം ഓടിയെടുക്കാൻ. അന്ന് വേറെയും ജനങ്ങൾ ഓപ്ഷൻ വേറെ ഇല്ല. സിനിമ എൻജോയ്മെന്റ് ആണ് സിനിമ. ഇന്നിപ്പോൾ ഇതിനകത്ത് TV ചാനൽ ഒരുപാട് വന്ന് പല പ്രോഗ്രാം, ലോകത്തെ എവിടെ നിന്ന് ഏത് പ്രോഗ്രാം കാണാം. ഇതിപ്പോൾ അതുകൊണ്ട് ഇവരെ തന്നെ കുറച്ച് ചൂസ് ചെയ്യാം ആൾക്കാർ. വളരെ നല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ പിന്നെ വരുന്ന ഇംഗ്ലീഷ് പടങ്ങളെ കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യർ അത് തിരക്ക് പിടിപ്പിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്തിനീ മലയാളമൊക്കെ കാണുന്നത് വന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ? ഇപ്പോൾ ചേട്ടൻ സംഗീതത്തിലുണ്ട്, മ്യൂസിക് ചെയ്തിട്ടുണ്ട്, പാട്ടുണ്ട്, നമ്മൾ സ്റ്റേജ് ഷോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സിനിമയിൽ ചേട്ടൻ ഈ സിനിമയിൽ ചേട്ടൻ പാടിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? VKP സജഷൻ ആയിരുന്നു? എങ്ങനെയാണ്? VKPക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്കുള്ള ബ്രേക്ക് ടൈമിലൊക്കെ ഞങ്ങൾ പാട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യും, പാടുകയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന ഓട്ടത്തിലാണ് ഞാൻ പാടുന്നുള്ള VKPക്ക് അറിയാം. അങ്ങനെ ഇപ്പോൾ ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൂന്നാർ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോഴാണ് 5 പാട്ട് പടത്തിലുണ്ട്. അതിനെക്കുറിച്ച് ഇങ്ങനെ ആക്സിഡൻ്റലി കാഷ്വലി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അത് ഇന്ന പാട്ട് അതാണ് എന്നാണ്. അപ്പോൾ ഇതാരാ പാടുന്നത് വെച്ചോ VKP തന്നെ. അപ്പോൾ ഇതാരാ പാടുന്നത് ഇപ്പോൾ ആരും ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ ആഗ്രഹം ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങുക പുള്ളിയോട്. അപ്പോൾ പുള്ളിയോട് ഇങ്ങോട്ട് പറയും, അത് നിങ്ങൾക്ക് പഠിക്കൂലേ എന്നോട് ചോദിക്കുക. അത് നിന്നാൽ നിങ്ങൾ പാടും, പാലും പഴവും അങ്ങനെ അത് എന്നെ സംബന്ധിച്ച് വലിയ ത്രില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചു, VKP തീരുമാനിച്ചു. പിന്നെ പ്രൊഡ്യൂസറും നല്ല ഹാപ്പിയാണ് അതിനകത്ത് വിനോദ്. അങ്ങനെയാണ് ഈ റെക്കോർഡിങ് എറണാകുളത്ത് തന്നെ നടത്തി പാട്ട് പാടിയത്. ഞാൻ തന്നെ ലിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്റെ ചിരകാലമായിട്ടുള്ള ഒരു അഭിലാഷമാണ് സിനിമയിൽ പാടുക എന്നുള്ളത്. ഇനി അങ്ങോട്ട് ആ ഒരു മേഖലയിൽ കൂടെ എന്താണ് തിരക്കാവട്ടെ, അതിന്റെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ ജീവിച്ചു പോവാ, തീർച്ചയായിട്ടും പാട്ടാകും ജീവിച്ചു പോവാ. ചേട്ടാ അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി വരുന്ന എല്ലാം വിജയമാവട്ടെ, തുടർന്ന് എല്ലാം പൊന്നാവട്ടെ. താങ്ക് യു.